രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഫുഡ് കഴിച്ചില്ലെങ്കിലും വൈകുന്നേരം ഒരു ആനനത്തിനുള്ള വിശപ്പായി ഞാൻ വീട്ടിലേക്ക് വരാം. വന്ന ഉടനെ പാത്രം പൊക്കി നോക്കി മുളക് ചാറായിരുന്നു. അതെനിക്ക് വലിയ താല്പര്യമില്ല. ഇഡലി ചെമ്പ് പൊക്കി നോക്കി വല്ല ഇഡലിയോ നൂലപ്പോണെന്ന് വെച്ചപ്പോൾ അതിൽ ഇരിക്കുന്ന പുട്ട് അവ കയറ്റിയിട്ട് വെച്ചിട്ട് അതും വലിയ താല്പര്യമില്ല. അപ്പം അച്ഛൻ ഡെയിലി പാൽ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ പാൽ വെച്ചിട്ട് പാൽ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പാൽ അച്ഛൻ രാത്രിക്കൊക്കെ വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. അതിന് ശേഷം ഞാനും അമ്മയും മാത്രമേ പാൽ ചായ കുടിക്കലുള്ളൂ. അപ്പം അങ്ങനെ പാലെടുത്ത് വീണ്ടും കയറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ചായയിൽ ഇങ്ങനെ ഗ്രാമ്പു ഏലക്കായൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പാല് തിളച്ചിറക്കാൻ നേരമായപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പം ഞാൻ 2 ഏലക്കായ എടുത്തിട്ട് അടർത്തിയിടുക ചെയ്ത് ചതച്ചിടാൻ നേരം ഉണ്ടായിരുന്നില്ല. കാരണം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണ എൻ്റെ വീട്ടിൽ പഴയ സാധനങ്ങളൊന്നും കണ്ടു കിട്ടാറില്ല. പക്ഷേ ഞങ്ങളെ ചായപ്പൊടി പാത്രത്തിലുള്ള സ്പൂൺ ഉണ്ടല്ലോ, അത് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അതിന്. അങ്ങനെ ചായയൊക്കെ അതേ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ചായയെല്ലാം പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് അടുത്തേ ചായ ഇങ്ങനെ ആറ്റാൻ വേണ്ടിയിട്ട് അതിക്ക് മുമ്പ് നമുക്ക് പഞ്ചസാര ഇടണമല്ലോ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ പഞ്ചസാര. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഞാൻ ഇടും. അത് കറക്റ്റ് ആവാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഊഹം വെച്ചിട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിളച്ച് പൊന്തിയ ചായ ഒഴിക്കാൻ പോവാണ്. ഈ ചായ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ പത പോലെ പൊന്തി വരില്ലേ, അത് നമ്മളിങ്ങനെ ശരിക്കും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ പതിയായിരിക്കും മെജോറിറ്റി. ഇപ്പോൾ ഒരു ഫുൾ ഗ്ലാസ്സിൽ നമ്മൾ ചായ ഒഴിച്ചെന്ന് കഴിക്കുക, അതിൽ പകുതിയോളം പതിയായിരിക്കും, പകുതിയേ ചായ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര രസമാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ ചായ ആറ്റാനിരിക്കുകയാണ്. വേഗം ആറ്റിയാലല്ലേ ഈ വിശപ്പിൻ്റെ ആ ഒരു ഇതിൽ വേഗം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം വളരെയധികം സ്പീഡിൽ ഞാനിങ്ങനെ പറ്റണ അത്രയും ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് എൻ്റെ വിശപ്പ് എന്തായാലും ചായയിൽ ഒതുങ്ങില്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കുക്കറുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതിലൊക്കെ എന്തിട്ടാണ് ഉള്ളതെന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെ ചായ നല്ലപോലെ ആറ്റി ചായ കുടിച്ചാലൊന്നും തീരുവില്ലാന്ന് ഏകദേശം പിടുത്തം കിട്ടിയപ്പോൾ ഞാൻ അടുത്തുള്ളൊരു കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ എന്തോ കൊള്ളീസ്റ്റു അങ്ങണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിപ്പെട്ടത് യിപ്പി നൂഡിൽസാണ്. പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. ഞാനതൊന്നും നോക്കിയില്ല, എന്തായാലും ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു പോണിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാട്ട് തിളപ്പിക്കാൻ വെച്ച് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഉള്ളി സവാള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം കഴിക്കില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഉള്ളി താല്പര്യമില്ല. ഉള്ളിയുടെ ആ ഒരു പച്ചച്ച ടേസ്റ്റൊന്നും എനിക്ക് പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ ഈ നൂഡിൽസ് തിളയ്ക്കാൻ വെച്ചിട്ട് ഇപ്പുറത്തെ ഇതിൽ മുട്ട വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ചിക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിക്കി എടുക്കും. അത് ഞാൻ 2 മുട്ടയാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഫോണും പിടിച്ചിട്ട് മുട്ട പൊട്ടിക്കണായിരുന്നു ഈ ഒരു സ്റ്റൈലിൽ പൊട്ടിക്കണ കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഞാനതിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അടിച്ചിട്ടാണ് പൊട്ടിക്കൽ. അപ്പോൾ നമ്മൾ 2 മുട്ടയും കുറച്ച് ഉപ്പും തൂവിയിട്ടിട്ടുണ്ട്. ഉള്ളിയൊന്നും ഇടണം എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്നിട്ട് അതിങ്ങനെ ചിക്കി എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴേക്കും അപ്പുറത്ത് നമ്മളെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ നൂഡിൽസ് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് അതിൻ്റെ മസാലകൾ ഇടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല അതിലിട്ടിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ട് ഇങ്ങനെ തിളച്ച് പൊന്തില്ല. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ടേസ്റ്റല്ല എനിക്കിഷ്ടം. അതായത് നമ്മുടെ നൂഡിൽസ് തിളച്ച് ഏകദേശം നൂഡിൽസ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് വെന്തിറക്കി വെച്ചിട്ടുള്ള അതിലേക്കാണ് ഞാൻ മസാല പൊട്ടിച്ചിടുക. അപ്പോൾ ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റ് നല്ല പോലെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ആഡ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ട് ആണ് ഞാൻ നൂഡിൽസ് കഴിക്കൽ. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ളൊരു നൂഡിൽസാണുള്ളത്. ഞാൻ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കാറുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഡ്രൈ ആക്കി ഇപ്പോഴേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് കഴിക്കാൻ വരുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കാൻ വരുമ്പോഴേക്കും അത് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ഇതാവുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നൂഡിൽസ് കഴിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.